ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി റൈസാണ് കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ചോറില്ലേ, പുഴുങ്ങലരി വെച്ചിട്ടുള്ള ചോറ്, അത് വെച്ചിട്ടാണ് ഈ ഒരു റൈസ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാനാണെങ്കിലും പിന്നെ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റൈസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ആയാൽ മതിയിട്ട്, ഒരുപാട് അങ്ങോട്ട് വഴന്ന് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ ഈ ഒരു റൈസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല കൂടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് അങ്ങനെ അധികം സ്പൈസി ആയിട്ടല്ല ചെയ്യുന്നത്, കുട്ടികൾക്ക് കൂടെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ കാശ്മീരി മുളക് പൊടിക്ക് സാധാരണ മുളക് പൊടിയേക്കാളും നല്ലൊരു സ്മെല്ലുണ്ടാവും, അപ്പോൾ അത് പോയി കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കേണ്ടി വരും കേട്ടോ. ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തക്കാളി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തക്കാളിയുടെ ആ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കണം. തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റൈസിന് ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും, അതൊന്നുകൂടെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ റൈസിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. നമ്മൾ ആദ്യം ഉള്ളി വഴന്ന് വരാനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പ്ലേറ്റ് ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. കോഴിമുട്ട ചേർത്ത് ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോഴിമുട്ടയുടെ ചെറിയ ചെറിയ പീസസ് വേണമെങ്കിൽ കുറച്ച് സമയം വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ അങ്ങനെ മുട്ട അധികം ഇഷ്ടമല്ല. മുട്ട പൊരിച്ചതാണെങ്കിലും ഇതുപോലെ മുട്ടയുടെ പീസസ് ഒന്നും കടിക്കുന്നത് അധികം ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അവന് മുട്ട ഇല്ലാത്ത രീതിയിൽ, അവനറിയാത്ത രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ പെട്ടെന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ആൾ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 പ്ലേറ്റ് ചോറ് ചേർത്ത് കൊടുക്കാം. ഒരു പ്ലേറ്റ് നിറയെയാണ് കേട്ടോ. ഇത് ഞങ്ങളിവിടെ 2-3 പേരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു 2 പേർക്ക് കഴിക്കാനുള്ള ചോറുണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ മുട്ട നന്നായിട്ട് വെന്ത് കിട്ടണം. നമ്മൾ നന്നായിട്ട് വേവുന്നതിന് മുമ്പാണ് ചോറ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ആ മുട്ടയുടെ ഫ്ലേവറൊക്കെ ചോറിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലിയില കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പെഷ്യൽ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഷുവറാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്